അപ്പം ഞാൻ ഏറ്റവും കൂടുതലും ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ബ്രാൻഡുകളിൽ സാംസങ്. എസ്പെഷ്യലി അവരുടെ എസ് സീരീസ് അല്ല, എസ് സീരീസ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എസ് സീരീസിനിൽ എനിക്ക് അവരുടെ എം സീരീസിനെ പറ്റിയാണ് അറിയേണ്ടത്. അപ്പം എം സീരീസിനെ പറ്റി എനിക്ക് ഇത്രയും നാളും നെഗറ്റീവ് ഒപ്പീനിയനാണ്, സ്റ്റിൽ നെഗറ്റീവ് ഒപ്പീനിയൻ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ പോസിറ്റീവ് ആവുമെന്നറിയാൻ സാംസങ് M35 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു M35 ആത്മാവ് ഊറ്റിക്കഴിഞ്ഞ് നമുക്ക് ഏറെക്കുറെ ഒരു തീരുമാനം. ഇതിപ്പം കുറേ ജനറേഷനായിട്ട് പരാജയമാണല്ലോ. M35 പറ്റി വലിയ കുഴപ്പമില്ലാത്തൊരു ന്യൂസാണ് കേട്ടത്. എന്താ ഇതിനകത്തുള്ളത്, ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ M30 സീരീസ് തൊട്ടേ അത്ര ഒരു അത് മാത്രം ചെറുതായിട്ട് അവർക്ക് സെയിൽസ് കിട്ടി. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് എക്സിനോസ് തന്നെ, ഇതും എക്സിനോസ് തന്നെയാണ്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം ആദ്യമേ. അപ്പോൾ ഈ ബോക്സിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, കൊള്ളയാണ്, അത്രേ ഉള്ളൂ, ഭയങ്കര കൊള്ളയാണ്. അപ്പോൾ ആദ്യമേ ഫോൺ, ബുക്ക്, സർപ്രൈസിംഗ്ലി Type-C to Type-C കേബിൾ, അതെ, പിന്നെ ഓഫ് കോഴ്സ് സിം ഇജക്ടർ ടൂളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി, ചാർജർ ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഈ ഫോണിൻ്റെ വില 20,000 രൂപയാണ്, ചാർജർ ഇല്ല. CMF ഫോണും ചാർജർ ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ മേടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി. എനിവേ നമുക്ക് ബാക്കി നോക്കാം. ഫൈനലി നമ്മൾ ഫോണിലേക്ക് നോക്കുകയാണ്. സോ ജസ്റ്റ് ഈ ഒരു ഫോൺ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഒരു ബ്രോ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തായിരുന്നു, നീ കാണിക്കുന്ന ആംഗിൾ കണ്ടാൽ തന്നെ അറിയാം നിനക്കൊരു തേങ്ങ അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു കയ്യിൽ ഫീൽ ചെയ്തപ്പം അത് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് ഞാൻ ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി സംസാരിക്കും. എനിവേ ഒന്നും പറയാനില്ല. ആദ്യമേ എനിക്ക് മനസ്സിലായ കാര്യം, അത്യാവശ്യം വെയിറ്റ് തോന്നിക്കുന്നൊരു ഫോണാണ്, തിക്നെസ്സും അത്യാവശ്യമുണ്ട്. ഇനി ബാക്കി ആത്മാവ് സ്ക്രീനൊക്കെ കണ്ടിട്ട് എനിക്കൊരു വല്ലാത്ത ഫീലാണ്. എനിവേ ബാക്കി നമുക്ക് ഓഫ് കോഴ്സ് ഇതിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ചർച്ച ചെയ്യാം. സോ ഫൈനലി ഞാൻ ഈ ഒരു ഫോണിൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, അപ്പോൾ നമുക്കിതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് റിവ്യൂ യൂണിറ്റ്സ് കിട്ടുന്നില്ല. ഇതെല്ലാം റീറ്റെയിൽ യൂണിറ്റ്സ് ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് മോട്ടോ തന്നുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ കുറേ റിയലൈസേഷനിൽ വന്നിരിക്കുകയാണ്. അതായത് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് എൻ്റെ ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞാൽ ആ രീതി മാറും. കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നി ഞാൻ പറയും, മോശമെന്ന് തോന്നി അതുപോലെ തന്നെ ഞാൻ പറയും. അതിനകത്തൊരു മാറ്റം വേണ്ട. ഈ ഒരു രീതി തന്നെ കിട്ടുള്ളൂ നിങ്ങൾക്ക്. അല്ലാതെ ഞാനൊരു സാധനം പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അത് പെയ്ഡാന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യും. ജസ്റ്റ് ഡു നോട്ട് റെക്കമെൻഡ് ചാനൽ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ പിന്നെ വരത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിവേ ഇറ്റ്സ് ഫോർ ദാറ്റ് കമൻറ്റ് പീപ്പിൾസ്. ഓക്കെ, ബാക്കി എല്ലാവർക്കും എ ബിഗ് ഹഗ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ സാംസങ് M35 പറ്റി പറയുകയാണെങ്കിൽ ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സാംസങ്ങിന് വലിയ ഫാനല്ല ഈ ഒരു ബഡ്ജറ്റ് ഫോൺസിൽ. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാര്യമായിട്ട് ഈ ഒരു സാംസങ്ങിൻ്റെ ഈ ഒരു M സീരീസ് ഫോൺ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും സാംസങ് പല ക്രിയേറ്റേഴ്സിനും കൊണ്ട് പ്രൊമോട്ട് ചെയ്താണ് കൂടുതൽ വീഡിയോ ചെയ്യാറ്. അത് നിങ്ങൾ എല്ലാവരുടെ അല്ല, ഒട്ടുമിക്കവരുടെ. അതുകൊണ്ട് തന്നെ എപ്പോഴൊരു ബയസ്ഡ് ഒപ്പീനിയനാണ് സാംസങ് ഫോൺസിനെ പറ്റി. പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എന്താണ് എനിക്ക് റിയലി തോന്നിയെന്നുള്ളത് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, അത്രേ ഉള്ളൂ. കാരണം അവരെന്തായാലും നമ്മുടെ വീഡിയോ കാണത്തില്ല, ഓഫ് കോഴ്സ് അവർ റിവ്യൂ യൂണിറ്റ് തരത്തുമില്ല. കാരണം നമ്മൾ അത്രയും ഗ്രോ ആയിട്ടില്ല. ഈ ഗ്രോ ആയാൽ തന്നെ സാംസങ്ങിൻ്റെ നിയം മേടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. എനിവേ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഈ ഒരു ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് നല്ല ബൾക്കി ആയിട്ട് തോന്നുന്നുണ്ട്, നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. 228 ഗ്രാം ഉണ്ട് ഈ ഒരു ഫോൺ. 9.1 മില്ലിമീറ്റർ തിക്നെസ് ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പം ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യം ഹെഫ്റ്റിയാണ്. ഞാൻ ഈ ഫോൺ ആദ്യം ഹോൾഡ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ IQ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ഒരു വെയിറ്റിനായിരിക്കും. അതെനിക്കൊരു ഞാൻ ബാക്കി ഇപ്പോൾ അൺബോക്സ് ചെയ്ത എല്ലാ ഫോൺസിനേലും വെയിറ്റ് എനിക്ക് തോന്നി, അതേപോലെ തന്നെ തിക്നെസ്സും തോന്നി. കുറച്ച് ബൾക്കിയാണ്, അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അപ്പം ബിൽഡ് ആൻഡ് അത് ഡിസൈൻ ഓക്കെ, ഡിസൈൻ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഓക്കെ ഫൈൻ. പക്ഷേ ഈ ഫോണിന് വെയിറ്റ് ഉണ്ട്, തിക്നെസ് ഉണ്ട്. അപ്പം കംഫർട്ട് നോക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയൊരു അടിയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, പോർട്സ് ആൻഡ് ബട്ടൺസ്. റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്. താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ Type-C പോർട്ട് ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിം സ്ലോട്ട് ഉണ്ട്, അത് ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ആണ്. മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കാണുള്ളത്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാം. അതെ, ഈ ഒരു ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഞാനും സർപ്രൈസ് ആയിപ്പോയി, സാംസങ് തന്നല്ലോ. ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി ക്വാളിറ്റി നൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാംസങ്ങിന് ട്യൂണിങ് അത്യാവശ്യം നല്ലതാണ്. സോ
ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈസ് ഫൈൻ. വോളിയം അത്യാവശ്യമുണ്ട്, ഞാൻ പറയത്തില്ല വലിയ ലൗഡാണ്, പക്ഷേ ഡീസെന്റ് ലൗഡ് ആൻഡ് ഗ്രേറ്റ് ക്വാളിറ്റി അതാണ്. ഇനി നമുക്ക് ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് ഒക്കെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫിംഗർ പ്രിന്റ് ഓഫ് കോഴ്സ് ഇതിനകത്ത് സൈഡ് മൗണ്ടഡ് ആണ്, നെഗറ്റീവ് ആണ്. ഓഫ് കോഴ്സ് ബാക്കി കമ്പനികളൊക്കെ ഇൻ ഡിസ്പ്ലേ ആണ് തരുന്നത്. കുഴപ്പമില്ല, ഫൈൻ. ആൻഡ് ഫേസ് അൺലോക്ക് നോക്കി കഴിഞ്ഞാൽ ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് വൺ, പക്ഷേ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഫേസ് അൺലോക്ക് അത്ര ഒരു സന്തോഷം തോന്നില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.6 ഇഞ്ചിന്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്, 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്, അതുകൊണ്ട് താഴെ വീണാൽ പൊട്ടത്തില്ലെന്നൊന്നുമല്ല, പക്ഷെ മോർ പ്രൊട്ടക്ഷൻ. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നും, കാരണം തിക്ക് ബെസൽസ് ആണ്. CMF Phone 1 സെയിം CMF Phone 1 പോലെ തന്നെ ഇരിക്കുന്നു. അറ്റ്ലീസ്റ്റ് അത് കുറച്ച് തിക്നെസ്സും വെയിറ്റും കുറവാണ്, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അത്യാവശ്യം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ടോപ്പിലും ചിന്നെല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇത് റിജിഡ് ആമോലെഡ് ആണ്, ഫ്ലെക്സിബിൾ ആമോലെഡ് അല്ല. കാരണം സാംസങ് സ്വന്തമായിട്ടുള്ള ഡിസ്പ്ലേ യൂസ് ചെയ്താൽ അവരുടെ ഫോണിലും റിജിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ അവർക്ക് വേണ്ട യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നൈസാക്കാം, പക്ഷേ ലുക്ക് അവർ വലിയ രീതിയിൽ കെയർ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. തിക്നെസ് കൂടുതലാണ്. ഓഫ് കോഴ്സ് അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ബാക്കി കോമ്പറ്റീഷൻ വെച്ച് ബാക്കി എല്ലാവരും കുറച്ചുകൂടി ബെറ്റർ ഡിസ്പ്ലേ ആയിരുന്നു CMF ഒഴിച്ച് അറ്റ്ലീസ്റ്റ്. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. 1000 nits ഈസ് ഫൈൻ. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഈസ് നൈസ്. നിങ്ങൾക്ക് നല്ല കളേഴ്സ് അതൊന്നും വിഷയമില്ല. ആമോലെഡ് ഡിസ്പ്ലേയുടെ എല്ലാ സെറ്റപ്പും ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. കളേഴ്സൊക്കെ നൈസാണ്, നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. 1000 nitsന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. സോ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേ ഇസ് ഫൈൻ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ Exynos 1380 ബേസ്ഡ് ഓൺ 5 nanometer ആണ്. LPDDR4X UFS 2.2 ആണ്. അതെ, ഇവിടെയാണ് എനിക്ക് കൂടുതൽ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നത്, കാരണം Exynos എന്ന് ഞാനും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമാണ് Exynos. സോ ഫൈനലി Exynos എൻ്റെ കയ്യിൽപ്പെട്ടിരിക്കുകയാണ്. ഇനി ആദ്യം എൻ്റെ AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ 6,06,765 ആണ് കിട്ടുന്നത്. അതെ, ഫുൾ 666 ആണ്. Geekbench സ്കോർ നോക്കി കഴിഞ്ഞാൽ 1014 സിംഗിൾ കോർ സ്കോറും 2874 മൾട്ടി കോർ സ്കോറാണ്. ഫൈൻ. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. 15 മിനിറ്റിൽ ഒരു ഫോൺ 74% ആണ് ത്രോട്ടിലിംഗ് സ്റ്റെബിലിറ്റിയിൽ വന്നേക്കുന്നത്. 74% ഓഫ് ദ ടൈം ത്രോട്ടിൽ. അപ്പോൾ 74% ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബാക്കി ഫോൺസ് ഒക്കെ വെച്ച് വീക്കാണ്. പിന്നെ ഞാനിത് കൂടുതൽ പറയാത്തത്, എൻ്റെ IQ Neo 7 Pro 68-67% ത്രോട്ടിലായിട്ടുണ്ട് 15 മിനിറ്റ്സിൽ. 15 മിനിറ്റ്സിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ, ബട്ട് 30 മിനിറ്റ്സിൽ അത്രയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇത് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനും പറ്റത്തില്ല. പിന്നെ ഈ ആപ്പ് ഇപ്പോൾ സപ്പോർട്ടഡ് ആപ്പല്ല, അതൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പോയിന്റ് ഇപ്പോൾ ബാക്കി ഈ പ്രൈസ് റേഞ്ചുള്ള ബാക്കി ഫോൺസ് വെച്ച് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദിസ് ഈസ് ബാഡ്. കാരണം ബാക്കി എല്ലാ ഫോൺസും നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത മിക്ക ഫോൺസും അറ്റ്ലീസ്റ്റ് ഒരു 85 above എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. 85 above. ചിലതൊക്കെ ഈ പറഞ്ഞ ത്രോട്ടിലിംഗ് ഇല്ലാത്ത ഫോൺസ് ഉണ്ട്. അപ്പോൾ ത്രോട്ടിലിംഗ് ഉണ്ട്. സോ ത്രോട്ടിലിംഗ് ടെസ്റ്റ് വെച്ച് 74% ആണ്. പിന്നെ റിയൽ ലൈഫ് യൂസേജ് ഞാൻ പറയാൻ പോവാണ് ഓഫ് കോഴ്സ്. അപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമൽ ഡേ ടു ഡേ ടാസ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഈ ഒരു ഫോൺ വെച്ച് ഉണ്ടാകത്തില്ല. ഓഫ് കോഴ്സ് ഒരു പ്രശ്നമില്ല. ഇത് സെറ്റിംഗ് ആപ്പ് ചെയ്തപ്പം എനിക്ക് ഇവിടെ ചെറിയ ഹീറ്റ് ഫീൽ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഫുള്ള് ലാഗ് ഫീൽ ചെയ്യാറ് സെറ്റ് ചെയ്ത സമയത്ത്. ഫുള്ള് സെറ്റ് ചെയ്ത് ഒന്ന് ലെവലായി വന്നപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ലാഗ് ഇല്ലെന്നല്ല. ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്രെയിം ഡ്രോപ്സ് കാണാം, ചില സ്ഥലത്ത് നമുക്ക് ഫ്രെയിം ഡ്രോപ്സ് കാണാം. പിന്നെ ആനിമേഷൻസ് ഒക്കെ സാംസങ് ആയതുകൊണ്ട് ഒന്നും പറയില്ല, നൈസ് ആനിമേഷൻസ് ആണ്, ഒരു വിഷയമില്ല. പക്ഷേ ചെറിയ ലാഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാം, അത് സത്യസന്ധമായ കാര്യമാണ്. വേറെ ഒന്നും എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ ആഡ് ചെയ്യാനില്ല. നോർമൽ യൂസറൊക്കെയാണ് കുഴപ്പമില്ല, നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നത്തില്ല. ഇടയ്ക്ക് ചെറിയ ലാഗ് പരിപാടികളൊക്കെ ഉണ്ടാവും. ഇനി ഗെയിമിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഞാൻ 1 hour BGMI ടെസ്റ്റ് ചെയ്ത് നോക്കി. സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാം 60 FPS. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ഒരു ഫോൺ ഹീറ്റ് ആവും. ഓഫ് കോഴ്സ് കമ്പാരിറ്റീവ്ലി ഞാനിപ്പം ഈ ഒരു 15,000 to 20,000 രീതിയിൽ ടെസ്റ്റ് ചെയ്ത ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്ന ഈ ഒരു ഫോണാണ്. ഞാൻ ബാക്കി എല്ലാ ഫോണും വാം ആവുമെന്ന് ഞാൻ പറയും. ഇതിൻ്റെ ഈ ഒരു വശം അത്യാവശ്യം ഹീറ്റ് ആവും, നിങ്ങൾക്ക് പിടിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടും. ഓഫ് കോഴ്സ് ഹീറ്റ് ആവുന്ന ഒരു ടൈപ്പ് ഫോണാണ്. പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ 1 hour കളിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ ഹീറ്റ് പരമാവധി ആകുന്നത്. പക്ഷേ ആ ഹീറ്റ് കൂടുന്നില്ല. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫോൺ പിന്നെ ഹീറ്റ് ആകത്തില്ല. അത് ചിലർക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഇപ്പം എനിക്കൊരു ഫോൺ ഹീറ്റ് ആകുന്നത് ഒരു പരിധി വരെ കുഴപ്പമില്ല, കാരണം എനിക്കത് ടോളറബിൾ ആണ്, എനിക്കത് കുഴപ്പമില്ല, സഹിക്കാൻ പറ്റും. പക്ഷേ ചിലർക്ക് ചെറിയ രീതിയിൽ ചൂടായാൽ തന്നെ ഓവർ ഹീറ്റിംഗ് ബ്രോ എന്ന് പറയാം. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ
അങ്ങനെ ചെറിയ രീതിയിൽ ചൂടാവുന്ന ഫോണിന് ഓവർ ഹീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇത് എക്സ്ട്രീം ഓവർ ഹീറ്റിംഗ് ആണ്. അല്ലാതെ എൻ്റെ ഒരു ടെസ്റ്റിങ്ങിൽ എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ള ഫോണുകളിലും കൂടുതൽ ഹീറ്റ് ആവും, പക്ഷെ ആ ഹീറ്റ് കൂടത്തില്ല. നിങ്ങൾ എത്ര മണിക്കൂർ കൂടുതൽ കളിച്ചാലും ഹീറ്റ് കൂടത്തില്ല. ഇനി ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 60 FPS അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റേബിൾ ആക്കിയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ചില സമയത്ത് ചെറിയ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് വരും. എന്തായാലും 50 to 60 റേഞ്ചിൽ നിന്നെന്ന് ഞാൻ പറയും. കാരണം അതിൻ്റെ താഴോട്ട് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് ഞാനൊരു 60 FPS എൻ്റെ Neo 7 Proയിൽ 60 FPS കളിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഒരു സിമിലർ ഒരു പാറ്റേണിലായിരുന്നെങ്കിൽ പോലും ചെറിയ ചെറിയ ലാഗ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. അത്യാവശ്യം പ്ലേയബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഗെയിമിങ്ങിന് റെക്കമെൻഡ് ചെയ്യുന്നതല്ല, അതൊരു ഹീറ്റിംഗ് ഒക്കെ മൊത്തം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷേ കാഷ്വൽ ഗെയിമിന് നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടാകത്തില്ല. സോ പറയുന്നൊക്കെ പോലെ എക്സിനോസ് ഹീറ്റ് ആവുമെന്ന് വെച്ചാൽ ആവും. അതായത് കമ്പാരിറ്റീവ്ലി ബാക്കി കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഹീറ്റ് ആവും. പക്ഷേ ഇതിനകത്ത് എന്തോ വേപ്പർ ചേമ്പർ എന്തോ സാധനം ഞാൻ കേട്ടായിരുന്നത് ഈ ഫോൺ ഇറങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട തള്ളതായിരുന്നു. അതുകൊണ്ടാവാം ഇതൊരു പരിധി കൂടുതൽ ഹീറ്റ് ആകുന്നില്ല. അതും ഓരോരുത്തരുടെയും ടോളറൻസ് പോലെ. ചിലർക്ക് ഇത് യൂസ് ചെയ്യാൻ ഉറപ്പായിട്ട് നല്ല ഹീറ്റ് ആവും. അപ്പം ഞാൻ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് കൂടുതൽ സജസ്റ്റ് ചെയ്തില്ല. ഇതേപോലെ തന്നെ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഇപ്പം പുറത്തൊക്കെ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഈ ഫോൺ ഹീറ്റ് ആവും ചില സമയത്ത്. എനിക്കറിയില്ല, അത് എക്സ്ട്രീം ആയിട്ടുള്ള നോർമൽ ടാസ്ക് ഒക്കെ ചെയ്താൽ, എക്സ്ട്രീം ആയിട്ടുള്ളതല്ല, നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഹീറ്റ് ആറുണ്ട്. പുറത്ത് പോയി യൂസ് ചെയ്യുമ്പോൾ ക്യാമറ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഹീറ്റ് ആവും. അത് അത്രയും ഹീറ്റ് ആകത്തില്ല, ഗെയിം കളിക്കുന്ന അത്രയും ഹീറ്റ്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ എക്സിനോസിനെ പറ്റി എനിക്ക് അറിയില്ല. അപ്പം മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇറ്റ്സ് നോട്ട് ബാഡ്. അതാണ് കറക്റ്റ് ആൻസർ. അല്ലാതെ തീരെ വേസ്റ്റ് ആണ്, ഞാൻ വേസ്റ്റിൽ കണക്ക് കൂട്ടിയ ആളാണ്, പക്ഷേ യൂസിങ് ഇറ്റ്സ് നോട്ട് ബാഡ്. അതാണ് കറക്റ്റ് ആൻസർ എനിക്ക് തോന്നിയത്. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് One UI 6.1 ബേസ്ഡ് ഓൺ Android 14 ആണ്. കുറേയേറെ കസ്റ്റമൈസേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ സംവിധാനങ്ങളും ഉണ്ട്. ഫസ്റ്റ് ബ്ലോട്ട്വെയർസ് നോക്കിക്കഴിഞ്ഞാൽ 9 ബ്ലോട്ട്വെയർസ് ആണ് ഈ ഒരു ഫോണിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ വക 4 ബ്ലോട്ട്വെയർ തന്നിട്ടുണ്ട് വിത്ത് ലിങ്ക്ഡ് ഇൻ. എനിവേ പിന്നെ ഓഫ് കോഴ്സ് സാംസങ്ങിന്റെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഗൂഗിളിൽ എല്ലാ ആപ്ലിക്കേഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലോട്ട്വെയർസിന്റെ കാര്യത്തിൽ 9 ആണെങ്കിലും ബാക്കി എല്ലാം കൂടെ ചേർത്ത് കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഷവോമിയും സാംസങ്ങും സ്വന്തമായിട്ട് ആപ്പ് ഇറക്കി കൂടുതൽ സ്വന്തമായിട്ട് ബ്ലോട്ട്വെയർസ് ഇറക്കുന്നത് അവരാണ്. കാരണം സാംസങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ കുറെ ഐറ്റംസ് ഉണ്ട്, ഉപയോഗം ഉള്ളതുകൊണ്ട് ഉപയോഗം ഇല്ലാത്തതുകൊണ്ട്. ഷവോമിക്ക് സിമിലർ ആണ്. പക്ഷേ യെസ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്ന കുറെ ബ്ലോട്ട് ഉണ്ട്. ഇനി തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞ 9 ബ്ലോട്ട്വെയർസ് ഉണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്യാം ഓഫ് കോഴ്സ്. പിന്നെ UI പറ്റി പറയുകയാണെങ്കിൽ UI ഈസ് ഗ്രേറ്റ്. UIയുടെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് എനിക്കൊന്നും പറയില്ല. പക്ഷേ ഇവരുടെ ഈ ഗ്ലാൻസ് വാൾപേപ്പർ ആദ്യമേ ഇത് സെറ്റായി വെച്ചേക്കുക. ഇത് നിങ്ങൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഓരോ വാൾപേപ്പർ. ഇത് ഓഫ് ചെയ്യാൻ അതിലും വലിയ പാടാണ്. ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ ഓപ്ഷൻ ഓഫ് ആക്കാൻ ഞാൻ എപ്പോഴും നെറ്റിൽ സെർച്ച് ചെയ്യേണ്ടി വരും. കാരണം ബാക്കി ഫോൺസിലൊക്കെ മര്യാദ ഭാഷയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ റിഫ്രഷ് റേറ്റിനകത്ത് ഇതിനകത്ത് അഡാപ്റ്റീവ് സ്മൂത്ത്നെസ് എന്നൊക്കെ കൊടുത്തേക്കുന്നത്. എന്നാൽ റിഫ്രഷ് റേറ്റ് ഒന്ന് കൊടുത്താൽ പോരെ, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചിലതൊക്കെ സത്യം പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ടാണ് അത് ഓഫ് ചെയ്തത്. എനിക്ക് ചെറിയ രീതിയിൽ അനോയിങ് ആയിട്ട് തോന്നിയ ആ ലോക്ക് സ്ക്രീനാണ്. അങ്ങനെ ആഡ്സ് ആയിട്ടൊന്നും കണ്ടില്ല. പിന്നെ ചെറിയ സജഷൻസ് അത് ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഗ്ലാൻസ് ആണ് എനിക്ക് കൂളായിട്ട് പോയിന്റ് ചെയ്യാൻ തോന്നിയത്. പിന്നെ സോഫ്റ്റ്വെയർ ബഗ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, 4K പ്ലേ ബാക്ക് ഈ ഒരു ഫോണിലില്ല. ഡിസ്പ്ലേയുടെ പ്രശ്നം കൊണ്ട് ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. 4K പ്ലേ ഓപ്ഷൻ കാണിക്കും, നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 360p ആവും. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തപ്പോൾ ഞാൻ 1080p HDR കൊടുത്തപ്പം എന്തുകൊണ്ടോ അത് നിന്നു. 1080p ഫൈൻ, HDR വരെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. പക്ഷേ 4K പ്ലേ സപ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു, പക്ഷേ യൂട്യൂബിൽ പ്ലേ ആവുന്നില്ല. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ബഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ 4K വെച്ചിട്ട് 360p പോകാന്ന് പറഞ്ഞാൽ എന്തോ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ക്യാമറയിലേക്ക് നോക്കാം. 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിന്റെ പ്രഹസനമാണ് ഇതിനകത്തുള്ളത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ ഈസ് ഗുഡ്. അതായത് അത് കുറച്ച് വേർതിരിച്ചാണ് പറയുന്നത്. അപ്പം ലാൻഡ്സ്കേപ്പിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നാച്ചുറൽ കളറാണ്, നിങ്ങൾക്ക് ഐ ക്യാച്ചിങ് ആയിട്ട് തോന്നത്തില്ല. പക്ഷേ ക്വാളിറ്റി ഈസ് ഗുഡ്. ഞാൻ നോക്കിയിട്ട് നാച്ചുറൽ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു കുഴപ്പമില്ലായിട്ട് തോന്നാം, നാച്ചുറൽ കളർ. ഇനി അൾട്രാ വൈഡ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നോർമൽ അൾട്രാ വൈഡ് 50 മെഗാപിക്സലായിരിക്കും. അപ്പം ഞാൻ കാണിക്കുന്ന രീതി വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അൾട്രാ വൈഡ് സാച്ചുറേറ്റഡ് ആണ്. അതായത് പച്ചപ്പും ഹരിതാവും ഒക്കെ കുറച്ചുകൂടെ പച്ചപ്പും ഹരിതാവുമായിട്ട് കാണിക്കും. നോർമൽ ഫോട്ടോസ് അത്രയ്ക്കും ഒരിതല്ല, കുറച്ച് നാച്ചുറൽ ടോണാണ്. പിന്നെ കോൺട്രാസ്റ്റ് ലെവൽ കുറവാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു എന്തോ ഒരു ലൈറ്റ് അടിച്ച പോലത്തെ ഒരു ഫീൽ. പക്ഷേ ചെറിയൊരു രീതി കോൺട്രാസ്റ്റ് കൂട്ടിയിരുന്നാൽ നല്ലതായിരുന്നു. പക്ഷേ അൾട്രാ വൈഡ് ചില സമയത്ത് നമ്മുടെ കണ്ണിന് ഇഷ്ടപ്പെടും. എനിക്ക് സത്യം പറഞ്ഞാൽ അൾട്രാ വൈഡ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ശരിയാണ് 8 മെഗാപിക്സലുള്ള കൂടുതൽ സൂം ചെയ്ത സോഫ്റ്റ് ഫോട്ടോസാണ്. പക്ഷേ അൾട്രാ വൈഡ് ഒരു കാണാൻ രസമുണ്ട്. പക്ഷേ നോർമൽ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി, ആ ഒരു നാച്ചുറൽ ടോൺ ഇതെല്ലാം വെച്ച് നല്ലതുമാണ്. സോ
ക്യാമറ ഈസ് ഗുഡ്. പക്ഷേ 50 മെഗാ പിക്സൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 50 മെഗാ പിക്സൽ ചില സമയത്ത് സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ മോശമാണ്. ചില സമയത്ത് വൈറ്റനിങ്, അതായത് ബ്ലോൺ ഔട്ട് ആയി പോകാറുണ്ട് സ്കൈ. അതൊരു സംഭവമാണ്. പിന്നെ പോർട്രേറ്റ്സ് ഒക്കെ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, നല്ല ഫോട്ടോസ്. ക്യാമറ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് ഫോട്ടോസ് നൈസാണ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില കണ്ടീഷനിൽ നമുക്ക് കറക്റ്റ് സ്കിൻ ടോൺ ഒക്കെ വെച്ച് നാച്ചുറൽ ആയിട്ടൊരു ഫോട്ടോ കിട്ടും. അതേപോലെ തന്നെ ചില കണ്ടീഷനിൽ ചെറിയ രീതിയിൽ വെളുപ്പിക്കലുണ്ട്. ഈ ചൈനയുടെ രോഗം ഇവർക്കും വന്നെന്ന് തോന്നി, ചെറിയൊരു വെളുപ്പിക്കൽ പോലെ തോന്നി. സ്കിൻ പെർഫെക്റ്റ്ലി ആക്യുറേറ്റ് അല്ല, പക്ഷേ ചില സമയത്ത് നല്ല ആക്യുറേറ്റ് ഫോട്ടോസ് കിട്ടും. പോർട്രേറ്റിന് എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഓൺ പോയിന്റ്. എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പോർട്രേറ്റ് എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. പക്ഷേ സോഫ്റ്റ്വെയറിൽ 1x 2x എന്ന് പറഞ്ഞ സംവിധാനം ഈവൻ ഡിജിറ്റൽ സൂം പോലും ഇവർ തന്നിട്ടില്ല, വളരെ മോശം. ബാക്കി എല്ലാ കമ്പനിയും തരുന്നുണ്ട്, അത് ആക്ച്വലി ഗുണപ്പെടുന്നുണ്ട്. ഈവൻ ഡിജിറ്റൽ സൂം ആണെങ്കിൽ അതൊരു ടെലിഫോട്ടോയിൽ എടുത്തൊരു ഫീല് തരുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഒരൊറ്റ ഫോക്കൽ ലെങ്ത് ഉള്ളൂ, അത് മോശമായിപ്പോയി. അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നൈറ്റ് ഫോട്ടോസ് നോക്കിയാൽ നൈറ്റ് ഫോട്ടോസ് ഈസ് ഓക്കെ, ഗുഡാണ്, വലിയ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് യൂസബിൾ ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 32 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറ കിട്ടുന്നത്. ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെൽഫി ക്യാമറ ഫോട്ടോസാണ് ഈ ഒരു ഫോണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് പ്രൈസ് എന്ന് വേണം പറയാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസാണ്. ഈവൻ സ്കിൻ ടോൺസ് ആണെങ്കിലും ആക്യുറേറ്റ് ആണ്, ഈവൻ സ്കൈ ആണെങ്കിലും നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഇറ്റ്സ് ഗുഡ്. ഇനി അടുത്തായിട്ട് വീഡിയോ ക്യാപ്ചറിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്തും നമുക്ക് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. OS സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ ഇത് നമ്മുടെ സാംസങ് M35 നിന്നുള്ള 4K വീഡിയോ ഫുട്ടേജാണ്. സോ നിങ്ങൾക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും, സ്റ്റേബിളാണ്. ഞാനിപ്പം ഓടിയാലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവൻ സ്കൈ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നൈസാണ്. ഞാൻ നോക്കിയിട്ട് സാംസങ്ങിൻ്റെ ഒരു പ്രോസസ്സിങ് നന്നായിട്ടുണ്ട്. സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത്യാവശ്യം ഫൈനാണ്. ക്വാളിറ്റി ഈസ് ഓക്കെ. ഇനി സെൽഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സർപ്രൈസിംഗ്ലി 4K ഇതിനകത്ത് നമുക്ക് സെൽഫി വീഡിയോ റെക്കോർഡിംഗ് കിട്ടും. ആക്ച്വലി അത് നല്ലതാണ്. 4K എനിക്കൊന്ന് ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണാണെന്ന് തോന്നുന്നു ഉള്ളത്. വേറെ ഫോൺസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യുക. പക്ഷേ 4K ഉണ്ട്. സോ ഇതാണ് സാംസങ് M35 എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്. 4K ആണ്. അതെ, എനിക്കൊന്ന് ഈ പ്രൈസ് റേഞ്ചിൽ വളരെ കുറച്ച് ഫോണുകൾ ഇതുള്ളൂ. ക്വാളിറ്റി ഈസ് ജസ്റ്റ് അടിപൊളി, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈവൻ സ്കൈ മെയിൻറ്റെയിൻ ചെയ്യാൻ നൈസാണ്. പിന്നെ സ്കൈ കുറച്ച് കളർ ബൂസ്റ്റിംഗ് ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് സ്റ്റെബിലിറ്റി അങ്ങനെ വലിയ രീതിയില്ല, പക്ഷെ ക്വാളിറ്റി ഈസ് ജസ്റ്റ് വെരി ഗ്രേറ്റ്. അപ്പോൾ ഇതാണ് ക്യാമറ. ഓവറോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡാണ്, അതാണ് എനിക്ക് തോന്നിയത്. ഒരു ഗുഡാണ്. ഇറ്റ്സ് നോട്ട് എക്സലൻറ്റ്, ഇറ്റ്സ് നോട്ട് വെരി ഗുഡ്. എനിക്ക് തോന്നുന്ന മോട്ടോ G85 എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഇതിനേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടെ നാച്ചുറൽ ടോണാണ് ഫോളോ ചെയ്യുന്നത്. IQ Z9 മോട്ടോ G85 ഒക്കെ മേ ബി ഇച്ചിരൂടെ ചിലർക്ക് ഇഷ്ടപ്പെടാം, കാരണം കുറച്ചുകൂടെ പ്ലീസിങ് ആയിട്ടുള്ള ഫോട്ടോസാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇച്ചിരി താഴെയാണെങ്കിലും ക്യാമറ സാംസങ്ങിൻ്റെ ആൽഗോറിതം വെച്ച് ക്യാമറ എനിക്ക് കുഴപ്പമില്ല എന്ന് തന്നെ തോന്നി. അതായത് ക്യാമറയുടെ കാര്യത്തിൽ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഫോൺ കൂടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷൻ വേണേൽ കൊടുക്കാം സാംസങ്ങിന്, വലിയ കുഴപ്പമില്ല. ഒരു ഗുഡ് എന്ന് പറഞ്ഞ ഒരു ലെവൽ ക്യാമറ എനിക്ക് തോന്നി. അതുകൊണ്ട് ക്യാമറ കാര്യത്തിൽ നോക്കുന്നവർക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ബാക്കി ആസ്പെക്റ്റോട് നോക്കണം കേട്ടോ, ഡിസൈഡ് ചെയ്യാം, അത് വേറെ കാര്യം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ സെൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. കരിയർ അഗ്രിഗേഷൻ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. 5G+ ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. സാംസങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ഫോണിന്റെ ബഡ്ജറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കമ്പനികൾ തരുന്ന പല കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തരുന്ന പോലെ കുറെ സാധനങ്ങൾ തന്നെന്ന് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നിരിക്കത്തില്ല. ഇനി 5G+ ഇല്ല, ക്വാളിറ്റി ഒക്കെ നൈസാണ്, കുഴപ്പമില്ല. NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. സോ അത് വെച്ചൊന്നും വിഷയമില്ല. ഇനി ഫൈനലി ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയും 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഫാസ്റ്റ് ചാർജർ അവന്മാരുടെ ഷോറൂമിലുണ്ട്, അത് വേറെ കാര്യം. 20,000 രൂപ കൊടുക്കുന്ന ഈ ഒരു ഫോണിൽ ചാർജർ ഇല്ല. CMF-നെയും കുറ്റപ്പെടുത്തി ഇവരെയും കുറ്റപ്പെടുത്തുന്നു. വളരെ 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 മോശം. കുറച്ച് നാൾ മുമ്പേ 294 എന്തോ ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓഫർ ഒന്നും കാണുന്നില്ല. ഓഫർ ഉണ്ടേ നല്ല കാര്യം, അല്ലെങ്കിൽ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ചാർജറിന് മുടങ്ങും, അത് 25 വാട്ട്. സത്യം പറഞ്ഞാൽ സാംസങ് അങ്ങനെ പ്രാന്തുള്ളവർ മാത്രം സാംസങ്ങിലേക്ക് ആലോചിച്ചാൽ മതി. ഫ്ലാഗ്ഷിപ്പ് ഓഫ് കോഴ്സ് ഐ വിൽ സജസ്റ്റ്, ബട്ട് ഇങ്ങനത്തെ സാധനമൊക്കെ. ഇനി ബാറ്ററി ബാക്കപ്പ് ഈസ് ഗുഡ്. 6000 mAh ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ്. 6000 mAh 1 day സ്മൂത്ത് ആണ്. നോർമൽ യൂസറാണ് 1.5 days വെരി ഫൈൻ. പിന്നെ ചാർജ് ചെയ്തെടുക്കാൻ നല്ല സമയമെടുക്കും. എൻ്റെ ചാർജിങ് ടെസ്റ്റ് ചെയ്യാണ്ട് 1.25 മണിക്കൂർ എടുത്തു എൻ്റെ ഫോൺ, അതായത് എൻ്റെ ചാർജർ, IQൻ്റെ ചാർജർ വെച്ച് 22% 100 എത്താൻ ഏറെക്കുറെ ഒരു 1.25 മണിക്കൂർ എടുത്തായിരുന്നു. സോ അത്ര എടുക്കും. 6000 mAhന്റെ ഗുണം കിട്ടും, പക്ഷേ നല്ല സമയം എടുക്കും. ഇനി ഫൈനലി പ്രൈസിങ്ങിലേക്ക് നോക്കിയാൽ 6GB 128GB പ്രൈസാണ് 20,000, 20,000 രൂപ മാത്രം. ഇനി ഫൈനലി നമുക്ക് ഡിസിഷൻ
അല്ലെ കൺക്ലൂഷനിലേക്ക് വരാം. സാംസങ് വളരെ ആഗ്രഹപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുക്കാം. ഇനി സാംസങ് എന്ന് പറയുന്ന സംഭവം ഓഫ് കോഴ്സ് നോൺ ചൈനീസ് കേട്ടോ, അങ്ങനെയുള്ളവർക്ക് ഇത് എടുക്കാം. ഇനി അല്ലാതൊരു ഫോൺ എന്ന പെർസ്പെക്റ്റീവിലും ഞാൻ പറയില്ലേ, ഡിസ്പ്ലേ കാണാനൊരു ഇതാണ്, ഇതൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഓക്കെയാണ്, സൈഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഓക്കെയാണ്, സോഫ്റ്റ്വെയർ നല്ലത് കിട്ടും. ഞാൻ പോസിറ്റീവ് ആണ്, നല്ല സോഫ്റ്റ്വെയർ ആണ്, പെർഫോമൻസ് എനിക്ക് കുഴപ്പമില്ല, നോർമൽ ടാസ്കിൽ ഫൈൻ ആണ്, ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കാം. ഞാൻ നോർമൽ യൂസറൊക്കെയാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യും. പിന്നെ സാംസങ്ങിൻ്റെ ആ ഒരു സർവീസ് സെൻറ്റർ സംവിധാനം എപ്പോഴും നൈസാണ്, അതൊക്കെ വെച്ച് ഇത് സജസ്റ്റ് ചെയ്യാം. പിന്നെ ബോർഡ് അടിച്ചോന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം സാംസങ് M സീരീസ് ഭയങ്കര ഫേമസ് ആണ് ആ കാര്യത്തിൽ. അല്ലാതെ ഒരു കോമ്പറ്റീഷൻ ഫോൺസ് ഒക്കെ വെച്ച് ഇത് ഭയങ്കരമായിട്ടും ലാക്ക് ചെയ്യുന്നുണ്ട്. ഫ്രം ദ ഡിസ്പ്ലേ തന്നെ നമുക്ക് തുടങ്ങാം. AMOLED തന്നത് അത് വലിയ കാര്യമാണ് കേട്ടോ. ഡിസ്പ്ലേയുടെ ഈ ഒരു ബെസൽസിൽ നിന്ന് തന്നെ നമുക്ക് വേണേൽ തുടങ്ങാം. പിന്നെ ഡിസൈന്, കംഫർട്ട് അതൊക്കെ വെച്ചൊരു ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്. പെർഫോമൻസീസ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറെക്കുറെ ഈ ഒരു റേഞ്ചിലുള്ള സാധനമൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിനോട് ബെറ്റർ ആയിട്ട് 7200 അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ ഉള്ളൂ. സോ അതൊക്കെ പെർഫോമൻസ് ഒക്കെ വെച്ച് ഞാൻ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ ചെറിയൊരു ഹീറ്റിംഗ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ബാക്കി ഫോണുകളിലും കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. അപ്പോൾ സാംസങ്ങിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ആ ഒരു സർവീസ് സെൻറ്റർ, അതേപോലെ തന്നെ നല്ല ബാറ്ററി, വലിയ കുഴപ്പമില്ലാത്ത നോർമൽ ടാസ്ക് ചെയ്യുന്ന യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വെച്ച്, അപ്പം കോമ്പറ്റീഷൻ വെച്ച് ഞാൻ ഇത് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ച് കോമ്പറ്റീഷൻ വെച്ച് നിങ്ങൾക്ക് വേറെ ഓപ്ഷനിലേക്ക് നോക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. സാംസങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ പഴയ കുറേ തൊട്ടി സാധനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ബെറ്ററാണ് കേട്ടോ. അവരുടെ രീതിയിൽ ഇത് ബെറ്ററാണ്. ആപ്പിൾ തലേ വർഷത്തെ ഐഫോൺ കമ്പയർ ചെയ്യുന്ന പോലെ തലേ വർഷത്തെ M34 വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. സ്നാപ്ഡ്രാഗൺ വെക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സന്തോഷിച്ചേനെ. എനിവേ ഇത്രയൊക്കെയാണ് സാംസങ്ങിൻ്റെ കഥ. ഗുഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇതാണ് കറക്റ്റ് കാര്യം. നോ പ്രൊമോഷൻ, നത്തിങ്. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ കൂട്ടിച്ചേർക്കാൻ പറ്റും. എന്തായാലും ഞാനൊരു സാംസങ് യൂസർ അല്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്ത് കുറേ നാൾക്ക് ശേഷം യൂസ് ചെയ്യുന്ന ഒരു യൂസറാണ് സാംസങ്. കാരണം ഇത്ര നാൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഫോൺസൊക്കെ സാംസങ് ആണ്, ഫെയിം, പിന്നെ കുറച്ച് ഫോൺസൊക്കെ ഉണ്ടായിരുന്നു, S3, S4, അതൊക്കെ ഫാനാണ് ഞാൻ. പക്ഷേ ഈ ഒരു സാധനം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് സാംസങ്ങിലേക്ക്. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത്. നമ്മൾ ആ ടച്ച് വിസിൻ്റെ ആൾക്കാരാണ്, കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. പക്ഷേ M സീരീസും ബഡ്ജറ്റ് സീരീസൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത്രേ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ എല്ലാവർക്കും